കണ്ണാടി പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം. ഇത് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ്. കണ്ണാടി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കേരളത്തിലാകെ 2 ക്ഷേത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു കൗതുകമായി. അപ്പോൾ അതൊന്ന് കണ്ടു. കാണാൻ പോയപ്പോൾ നമ്മൾ ആ കണ്ണാടിയിൽ നമ്മളെ തന്നെയാണ് കാണുന്നത്. അവിടെ ബിംബങ്ങളോ വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ ഒന്നുമില്ല. നീ തന്നെയാണ് ഈശ്വരൻ. നിന്റെ ശക്തിയും ദൗർബല്യവും ഗുണാപഗണങ്ങളും എല്ലാം നിന്നിൽ തന്നെ നിക്ഷിപ്തമാണ്. നിന്നിൽ നിന്ന് വേറിട്ട ഒന്നല്ല ദൈവം എന്നുള്ളൊരു തിരിച്ചറിവ്, ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായിട്ട് മനുഷ്യൻ്റെ ശക്തി അവനെ തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രത്യേക കാഴ്ചപ്പാടിലുള്ള ഒരു പ്രതിഷ്ഠയാണ് ഈ കണ്ണാടി പ്രതിഷ്ഠ. അപ്പോൾ ഈ കണ്ണാടി പ്രതിഷ്ഠയുടെ മനസ്സിൽ കിടന്നുകൊണ്ട് ഇത് രണ്ടും കൂടെ കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്യപ്പെട്ടാണ് ഈ നോവൽ രൂപപ്പെട്ടത്. നോവൽ എഴുതി വന്നപ്പോൾ അത് കരുണയായില്ല. കരുണയിൽ നിന്നും ദ ഗോസ്പൽ ഓഫ് ബുദ്ധ എന്ന് പറയുന്ന മൂലകഥയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സ്വതന്ത്ര സൃഷ്ടിയായിട്ടാണ് രൂപപ്പെട്ടു വന്നത്. അതൊരു മേന്മയായിട്ടോ മേനിയായിട്ടോ പറയുന്നതല്ല, അത് ശരിക്കും സംഭവിക്കുകയാണ്. ഒരു വെളിപാട് പോലെയാണ് പലപ്പോഴും എഴുത്ത് സംഭവിക്കുന്നത്. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത എന്തൊക്കെയോ സാഹചര്യങ്ങളും കാരണങ്ങളും അല്ലെങ്കിൽ രൂപപ്പെടലുകളും ഒക്കെ സംഭവിച്ചു പോവുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന നിമിഷങ്ങളാണ് ഈ എഴുത്തിലെ പല ഘട്ടങ്ങളും.